അന്ന് കൃത്യമായി പറഞ്ഞാൽ നവംബർ 13, 2025 നോർത്ത് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ഹമീർപൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള രാംന എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അന്ന് രാവിലെ ടൈമിൽ രണ്ടാളുകൾ അവിടെയുള്ള ബൈപ്പാസിലൂടെ ഇങ്ങനെ നടന്നു പോവായിരുന്നു. അപ്പോഴാണ് അവർ രണ്ടുപേരും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ, അതായത് റോട്ടിൽ നിന്ന് ഒരു 10-20 മീറ്റർ മാറിയിട്ടുണ്ടാവും, ആ ഒരു കുറ്റിക്കാടിൻ്റെ അവിടെ ഒരുപാട് നായ്ക്കൾ കിടന്നിങ്ങായിട്ട് കുരയ്ക്കാണ്. എന്തിനോ ചുറ്റും കൂടി വട്ടം കൂടിയിട്ട് ഇങ്ങേറ്റായിരുന്നു നായ്ക്കൾ വരച്ചിരുന്നത്. എന്തോ പന്തികേട് തോന്നിയവർ രണ്ടുപേരും എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നായ്ക്കളെ ഓടിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് അവിടെ എന്താന്നുള്ളത് അവർ പോയി നോക്കി. അവരവിടെ എത്തി ആ ഒരു കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ നടുങ്ങി പോവുകയായിരുന്നു. ഒരലർച്ചയോട് കൂടിയിട്ട് അവർ തിരിഞ്ഞോടുകയായിരുന്നു. നേരെ ഗ്രാമവാസികളുടെ അടുത്ത് ചെന്നിട്ട് ആ ഒരു കാര്യം പറഞ്ഞു. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന നഗ്നയായ ഒരു സ്ത്രീയുടെ ബോഡി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വിവരമറിഞ്ഞ നാട്ടുകാരെല്ലാവരും കൂടെയും അങ്ങോട്ട് എത്തുകയാണ്. നാട്ടുകാരെത്തി നോക്കുമ്പോൾ ആ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് രക്തവും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അതായത് ആ ഒരു ബോഡിയുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 20 മീറ്റർ മാറിയിട്ടുള്ള സ്പോട്ടിൽ വരെ രക്തത്തുള്ളികളും മറ്റൊക്കെ അവർ കാണുകയാണ്. ഇതൊക്കെ കണ്ട് പേടിച്ചേരേണ്ട നാട്ടുകാർ ഉടനെ തന്നെ ഹമീർപൂർ പോലീസിനെ വിവരമറിയിക്കുകയാണ്. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ ആ ഒരു സ്ഥലത്തോട്ടെത്തി. അപ്പോൾ ആ ഒരു ക്രൈം സീനും കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്തു. ഹയർ ഓഫീസേഴ്സിനെയൊക്കെ വിവരമറിയിച്ചു. അതിനോടൊപ്പം തന്നെ ഫോറൻസിക് ടീമിനെ വിവരമറിയിച്ചിട്ടുണ്ടായിരുന്നു. ഫോറൻസിക് ടീമും ഉടനെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. അങ്ങനെ അവർ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. നോക്കുമ്പോൾ ഈ ഒരു സ്ത്രീക്ക് ഏകദേശം ഒരു 25-30 ഇടയിലാണ് പ്രായം കാണുന്നത്. അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ മുഖം കല്ല് വെച്ച് എന്തോ ചതച്ചിട്ടുണ്ട്, ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടിൽ നിന്ന് ആ ഒരു സ്ത്രീയുടെ ബോഡി വലിച്ചഴച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടതെന്ന്. അതുകൊണ്ടാണ് അവിടെയൊക്കെ ബ്ലഡ് സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ ജസ്റ്റ് തലയിൽ മാത്രമല്ല പരിക്കുള്ളത്, ദേഹമാസകലം പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോലീസുകാർ ആദ്യം തന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. വില്ലേജേഴ്സിൻ്റെ അടുത്ത് ആ ഒരു സ്ത്രീ അറിയുമോ എന്നുള്ള കാര്യം ചോദിച്ചു. എന്നാൽ അവർക്ക് ആർക്കും തന്നെ അത് ആരാണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സ്ത്രീ ആ വില്ലേജിൽ നിന്നുള്ള ആളല്ല എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അത്രക്കായപ്പോൾ പോലീസിൻ്റെ മുന്നിൽ 2 ചോദ്യമാണ് ഉണ്ടായത്. ഈ ഒരു മേർഡർ ഇവിടെ വെച്ച് നടന്നതാണോ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് കയറ്റി ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ട് ഈ ഗ്രാമത്തിൽ അധികം ആരുമില്ലാത്ത ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഡംപ് ചെയ്തതാണോ? ആ ഒരു സസ്പീഷനോട് കൂടിയിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴത്തേനും അവിടുത്തെ SP കാര്യങ്ങളൊക്കെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. ഒരു 3 സ്പെഷ്യൽ ടീമിനെ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ പോലീസുകാർ ഈ അടയാളങ്ങളും മറ്റുള്ള 25-30 ഇടയിൽ പ്രായമുള്ള വല്ല സ്ത്രീകളും മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം അന്വേഷിക്കുകയാണ്. അങ്ങനെ അടുത്തുള്ള എല്ലാ സ്റ്റേഷനുകളിലോട്ടും അവർ ഇതേപോലെ തന്നെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാണ്. എന്നാൽ അത്തരത്തിലുള്ള അടയാളങ്ങളോട് കൂടിയിട്ടുള്ള ഒരാളുടെയും മിസ്സിംഗ് കംപ്ലൈൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയത്തക്ക വേറെ തെളിവുകളൊന്നും തന്നെ ആ ഒരു ക്രൈം സീനിൽ നിന്ന് പോലീസിന് ലഭിച്ചില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബോഡി ഫുൾ നേക്കഡ് ആയിരുന്നു. പിന്നെ ആകപ്പാട് അവിടെ നിന്ന് കിട്ടിയത് ഒരു പെയർ ജീൻസ് ആണ്. അതേപോലെ തന്നെ പിന്നെ ബ്ലഡ് സാമ്പിൾസും സോയിൽ സാമ്പിൾസും ഒക്കെ ഫോറൻസിക് ടീമൊക്കെ കളക്ട് ചെയ്യാണ് ബാക്കിയുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്. അങ്ങനെ ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. ഇതൊക്കെ നടക്കുന്നത് നവംബർ 13 അങ്ങനെ പിറ്റേ ദിവസമായി, അതായത് നവംബർ 14 അന്ന് അവിടെ നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് വേറെ ഒരു ഇൻസിഡന്റ് സംഭവിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹോബയിലെ മക്കർബായ് എന്ന് പറയുന്ന ഒരു വില്ലേജിൽ നിന്നുള്ള 2 പേര് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് വന്നേക്കായിരുന്നു. രാജേഷ്, സതീഷ് എന്ന് പറയുന്ന 2 പേരായിരുന്നു അവർ. ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. അപ്പോൾ ഈ ഒരു ക്രൈം നടന്ന സ്ഥലവും ഈ ഒരു വില്ലേജും തമ്മിൽ ഏകദേശം ഒരു 45 കിലോമീറ്ററിന്റെ ഡിഫറൻസ് ഉണ്ട്. അവരവിടെ എത്തിയത് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. തങ്ങളുടെ സഹോദരിയെ കാണുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ആയിരുന്നു അവർ ഫയൽ ചെയ്തത്. അപ്പോൾ അവരുടെ ഏജും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ 30 വയസ്സോളം പ്രായമുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഫോട്ടോ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസിന് അവർ കൈമാറുകയാണ്. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് കാണാതായത് എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവംബർ 12 ഇവർ രണ്ടുപേരും അതുപോലെ തന്നെ സഹോദരിയും അച്ഛനും ആയിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അച്ഛന് പെട്ടെന്ന് തന്നെ വയ്യാതാവാണ്, വയ്യായിക കൂടി. ഇവർ രണ്ടുപേരും കൂടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. ഇവരുടെ സിസ്റ്റർ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം, അതായത് നവംബർ 13 ഇവർ തിരിച്ചെത്തിയപ്പോൾ സിസ്റ്റർ ഇല്ല വീട്ടിൽ. അതായത് അതിന് മുന്നത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 ദിവസം തന്നെ ഒരു കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൺ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോണിലെ ചാർജ് കഴിഞ്ഞിട്ടുണ്ടാവും, അത് കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കും എന്നുള്ളൊരു കാര്യത്തിൽ അവരങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ അവർ എന്താ പറയുക
ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തിരിച്ചെത്തിയപ്പോഴാണ് സിസ്റ്റർ മിസ്സിംഗ് ആണെന്നുള്ളൊരു കാര്യം ഇവർ അറിയുന്നത്. അതിനുശേഷം അവർ ആ ഒരു ഏരിയ മുഴുവൻ അരിച്ചു പറക്കാണ്. സുഹൃത്തുക്കളുടെ വീട്ടിൽ, അതേപോലെ തന്നെ സിസ്റ്ററിൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ, അതേപോലെ തന്നെ അവർക്ക് അറിയാവുന്ന എല്ലായിടത്തും അന്വേഷിച്ചു. എന്നിട്ടും അവരുടെ സഹോദരിയെ കുറിച്ചിട്ട് യാതൊരു അഡ്രസ്സും കിട്ടാതായപ്പോഴാണ് നേരെ അവർ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നു കയറ്റി ഇത്തരത്തിലുള്ള ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തത്. ഈ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുമ്പോഴാണ് തലേ ദിവസം വന്ന ഇൻഫർമേഷനെ കുറിച്ച് കയറ്റി പോലീസുകാർ ആലോചിക്കുന്നത്. അതായത് ഇവർ കൊടുത്ത അടയാളങ്ങളും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ 45 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു വില്ലേജിൽ നിന്ന് കിട്ടിയ ബോഡിയുടെ അടയാളങ്ങളൊക്കെ സെയിം ആണ്. സോ ഇത് ഇവരുടെ സിസ്റ്റർ ആകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് അവിടുത്തെ എസ് ഐ ആയിട്ടുള്ള അങ്കിത് യാദവിന് ഒരു സംശയം തോന്നാണ്. അപ്പോൾ ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 സഹോദരങ്ങളോട് കൂടിയിട്ട് അവിടോട്ട് പോയി നോക്കാനായിട്ട് പറയാണ്. അതായത് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇതേപോലെ തന്നെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബോഡി ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അത് നിങ്ങളുടെ സിസ്റ്റർ ആണോ എന്നുള്ളതൊരു സംശയമുണ്ട്. ഇനി എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റൂൾ ഓഫ് ചെയ്യാലോ. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാനായിട്ട് ഇവരുടെ 2 പേരുടെ അടുത്തും പറയുകയാണ്. വിവരമറിഞ്ഞ അവർ 2 പേരും നേരെ തന്നെ ആ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോവുകയായിരുന്നു. അവിടെ മോർച്ചറിയിലെത്തിയിട്ട് ആ ഒരു ബോഡി കണ്ട അവർ 2 പേരും അക്ഷരാർത്ഥത്തിൽ ഷോക്കായി പോവുകയാണ്. അത് അവരുടെ സിസ്റ്റർ തന്നെ ആയിരുന്നു. കിരൺ സിംഗ് എന്നായിരുന്നു ഇവരുടെ സിസ്റ്ററിൻ്റെ പേര്. 30 വയസ്സായിരുന്നു അവരുടെ പ്രായം. അപ്പോൾ ഈ 2 സഹോദരങ്ങളും അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയതിന് ശേഷം കിരൺ സിംഗിന് എന്താണ് സംഭവിച്ചത്? ഇത്ര ക്രൂരമായിട്ട് അവരെ ആരാണ് കൊലപ്പെടുത്തിയത്? പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. ഈ ഒരു മർഡർ നടന്നിരിക്കുന്നത് ഒരു വില്ലേജ് ഏരിയയിലാണ്. അവിടെ CCTVയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ പോലീസുകാർ അടുത്തെവിടെയാണ് CCTV എന്ന് നോക്കിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടൊരു മാർക്കറ്റ് ഉണ്ട്. അവിടെ കുറച്ച് CCTVസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ എവിടെയൊക്കെയാണ് CCTV ഉള്ളതെന്നുള്ളത് പോലീസുകാർ നോക്കുകയാണ്. അതായത് ഈ ഒരു റോഡ് പോകുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു റോഡ് ഏതൊക്കെ റൂട്ടിലൂടെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്, ആ ഡൈവേർഷനിലൊക്കെ എവിടെയൊക്കെ CCTV ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ CCTVയും പോലീസുകാർ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും അവിടുത്തെ ഫുട്ടേജും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ പോലീസുകാർ അവർ വില്ലേജേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും വണ്ടിയോ ആളുകളെ ആരെങ്കിലും നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ അടുത്തുള്ള ആളുകളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതിൽ പല ആളുകളും 12 മണി ടൈമിലൊക്കെയാണ് കിടന്നുറങ്ങിയിട്ടുള്ളത്. അവർ ആ ഒരു ടൈം വരെ അത്തരത്തിലുള്ള ഒന്നും തന്നെ കണ്ടിട്ടില്ല. സോ പോലീസിൻ്റെ ഒരു അസംഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 12 മണി കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഇത്തരത്തിൽ ഒരു മർഡർ അവിടെ നടന്നിട്ടുണ്ടാവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാമത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വണ്ടി പോകുന്നത് കണ്ടിട്ടുണ്ടായേനെ. അങ്ങനെ പോലീസുകാർ ആ ഒരു CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. മെയിൻലി 12 മണിക്ക് ശേഷം ഏതെങ്കിലും അൺനോൺ ആയിട്ടുള്ള വണ്ടികൾ അതിലൂടെ പോയിട്ടുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് ഒരു സൈഡിലൂടെ. പിന്നെ പോലീസുകാർ നോക്കുമ്പോൾ ശരിക്കും ആരാണ് ഈ ഒരു സ്ത്രീ? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര ക്രൂരമായിട്ട് ഇവരെ കൊലപ്പെടുത്തിയത്? പിന്നെ ഇവരുടെ അച്ഛന് വയ്യാണ്ടായി ഇവരുടെ 2 സഹോദരങ്ങളോടിയിട്ടാണ് ആളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. എന്തുകൊണ്ട് ആ ഒരു പെൺകുട്ടി ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിലോട്ട് പോയില്ല? വീട്ടിൽ എന്തുകൊണ്ട് തനിച്ചിരുന്നു? ഇങ്ങനെ ഒരുപാടധികം ചോദ്യങ്ങൾ പോലീസിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2023 ഫെബ്രുവരി 22-നായിരുന്നു ഇവരുടെ കല്യാണം കഴിഞ്ഞത്. ലാൽപൂരുള്ള വിനോദ് സിംഗ് എന്ന് പറയുന്ന ഒരു CRPF ഉദ്യോഗസ്ഥനായിരുന്നു ഇവരെ വിവാഹം കഴിച്ചത്. വിവാഹമൊക്കെ കഴിഞ്ഞ് ആദ്യ സമയങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ഇവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്കിടയിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതിനുശേഷം ഇവർ സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വരികയാണ്. അതിനുശേഷം ഇവരുടെ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചു വന്നിരുന്നത്. അടുത്തതായിട്ട് പോലീസുകാർ അന്വേഷിച്ചത് ഇവരുടെ അച്ഛന് വയ്യാതായല്ലോ. അപ്പോൾ 2 സഹോദരങ്ങളും കൂടെ കാൺപൂരുള്ള വലിയൊരു ഹോസ്പിറ്റലിലോട്ട് അച്ഛനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ആ സ്ത്രീ ആ സമയത്ത് അച്ഛൻ്റെ കൂടെ പോയില്ല? അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് പോലീസിന് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഹസ്ബൻഡിനെതിരെയും അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെതിരെയും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരെ സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സംഭവിച്ചെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ വിവാഹം കഴിഞ്ഞ ആദ്യ സമയങ്ങളിൽ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷം ഇവരുടെ ഹസ്ബൻഡ് ഇവരെ ടോർച്ചർ ചെയ്യാനായിട്ട് തുടങ്ങിയെന്നാണ് പറയുന്നത്. അതായത് ആളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഇവരുടെ വിവാഹം കഴിച്ചതിന് ശേഷം ഇവർ സ്ത്രീധനോ കാര്യങ്ങളോ ഒന്നും വലിയ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തനിക്കൊരു കാറ് വാങ്ങി തരണം, അതേപോലെ തന്നെ കുറച്ച് ലക്ഷങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു സ്ത്രീയെ ടോർച്ചർ ചെയ്യായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ
അത് സഹിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് ഇവർ തിരിച്ച് ഇവരുടെ ഫാദറിൻ്റെ വീട്ടിലോട്ട് പോകുന്നതും അതേപോലെ തന്നെ ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നതും. അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ടും പറയുന്നുണ്ട്. അതായത് ഇവർക്ക് കഴിക്കാൻ കൊടുത്ത ഫുഡിൽ എന്തോ വിഷം ചേർത്ത് കൊടുത്തിട്ട് ഇവർക്ക് വയറിനും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇവരെ കൊല്ലാൻ നോക്കി, അങ്ങനെയുള്ള ഒരുപാടധികം കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്തരത്തിലുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യായിരുന്നു. പിന്നെ വേറൊരു കേസ് ഇവർ കൊടുത്ത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഹസ്ബൻഡിൻ്റെ അനിയനെതിരെ ആയിരുന്നു. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ ഇവരുടെ അടുത്ത് ഇനപ്രോപ്രിയേറ്റ് ആയിട്ട് പെരുമാറി, അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കേസായിരുന്നു ആ പയ്യനെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരുപാട് കേസുകളുടെയും കാര്യങ്ങളുടെയും ഒക്കെ പിന്നാലെ ഇവർ കുറേ നാളുകളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 12-ാം തീയതി ഈ ഒരു കേസിൻ്റെ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ടായിരുന്നു, കോടതിയിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അന്നത്തെ ദിവസം ഇവർ അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിലോട്ട് പോകാതെ നേരെ വീട്ടിൽ നിന്നത്. അതായത് പിറ്റേ ദിവസം അവർക്ക് വേറെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നത് കാരണം. പിന്നെ ഇവരുടെ 2 സഹോദരങ്ങളും നേരെ ഹോസ്പിറ്റലിലോട്ട് പോയല്ലോ. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു അച്ഛൻ്റെത്. അതുകൊണ്ട് തന്നെ അവർ സിസ്റ്ററിനെ കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് ചിന്തിച്ചില്ല. സിസ്റ്റർ വീട്ടിലുണ്ടാവും, വലിയ സീനൊന്നും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയായിരുന്നു അവർ വിചാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സിസ്റ്ററിനെ വിളിച്ചു നോക്കുന്നുണ്ടായിരുന്നു, എന്നാൽ ഫോണും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, ചാർജൊന്നും ഉണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ സിസ്റ്റർ ഇങ്ങോട്ട് വിളിക്കുന്നതായിരുന്നു അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ എത്രയൊക്കെയായിട്ടും സിസ്റ്ററുടെ കോളൊന്നും വരാതായപ്പോൾ 14-ാം തീയതി ഇവർ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നതും അതേപോലെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നതും. ഇവരുടെ കേസുകളും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തത് അവിടുത്തെ സ്റ്റേഷനിലത്തെ എസ് ആയിട്ടുള്ള അങ്കിത് യാദവ് ആയിരുന്നു. അപ്പോൾ ആളുടെ അടുത്തും ഈ 2 സഹോദരങ്ങൾ ചോദിക്കുകയാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ എൻ്റെ സിസ്റ്റർ വിളിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു എസ് ഐ പറഞ്ഞ മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. ആ ഒരു സമയത്താണ് എസ് ഐ ആയിട്ടുള്ള അങ്കിത് ഈ 2 സഹോദരങ്ങളുടെ അടുത്ത് ഇതേപോലെ തന്നെ നിങ്ങളുടെ സിസ്റ്ററിൻ്റെ സെയിം ലക്ഷണങ്ങളുള്ള ഒരു ബോഡിയും കാര്യങ്ങളും 45 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പോയി നോക്കാനായിട്ട് പറയുന്നത്. അത് അവരുടെ സിസ്റ്ററായിട്ടുള്ള കിരൺ തന്നെയായിരുന്നു. പിന്നെ പോലീസുകാരെ അടുത്തതായിട്ട് അവരുടെ ഇൻലോസിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അവരെല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർക്കൊന്നും അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡിൻ്റെ, അതായത് എക്സ് ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ നോക്കുന്ന ആ ഒരു സമയത്ത് ആൾ ആ ഒരു ടൈമിൽ ഡ്യൂട്ടിയിലാണെന്നുള്ളൊരു കാര്യമായിരുന്നു എന്താ പറയുക അവരുടെ വീട്ടിൽ നിന്നും അറിയാനായിട്ട് സാധിച്ചത്. വേണമെങ്കിൽ ക്രോസ് വെരിഫൈ ചെയ്ത് നോക്കിക്കൊള്ളാനായിട്ട് പറയുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ക്രോസ് വെരിഫൈ ചെയ്ത് നോക്കിയ സമയത്ത് ആൾ ആ ഒരു സമയത്ത് ഡ്യൂട്ടിയിലായിരുന്നു എന്നുള്ളത് മനസ്സിലാവുകയാണ്. ഇവരുടെ സഹോദരൻ്റെ വേറെ ബോർഡ്സും അതേപോലെ തന്നെ വീട്ടുകാരുടെ കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ ഈ ഒരു ക്രൈം നടന്നു എന്ന് പറയപ്പെടുന്ന സമയങ്ങളിൽ അവരെല്ലാം വേറെ വേറെ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കും ഈ ഒരു മേർഡറിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. പോലീസുകാർ അവരുടെ ഹസ്ബൻഡിന്റെ വീടിന്റെ ചുറ്റുപാടൊക്കെ അന്വേഷിച്ചപ്പോഴാണ് വേറൊരു കാര്യം കൂടെ അവർക്ക് മനസ്സിലാകുന്നത്. അതായത് ആ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ഈ വീട്ടുകാരെ കുറിച്ച് ഇങ്ങേറ്റ് വളരെ നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതേപോലെ സ്ത്രീധനൊന്നും ചോദിച്ചിങ്ങേറ്റ് ഇവിടെ ആരും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല സാറേ, അതൊക്കെ അവൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയാന്നുള്ളതാണ്. അതായത് ഈ സ്ത്രീ ഇൻസ്റ്റഗ്രാമിലും മറ്റൊക്കെ സ്ഥിരമായിട്ട് ഫോട്ടോസ് റീൽസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഹസ്ബൻഡിനും ഹസ്ബൻഡിൻ്റെ ഫാമിലിക്കൊന്നും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു സ്ത്രീയുടെ അടുത്ത് പറയുകയാണ്. എന്നാൽ അവർ അത് നിർത്താനായിട്ട് തയ്യാറായിരുന്നില്ല. അങ്ങനെ അതിൻ്റെ പേരിൽ ഇവർക്കിടയിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. 1-2 പറഞ്ഞിങ്ങായിട്ട് ഫുള്ള് പ്രശ്നങ്ങളായി. ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായതിൻ്റെ ദേഷ്യത്തിൽ ഇവർ അവിടെ നിന്ന് ഇറങ്ങി പോവായിരുന്നു എന്നും അതിനുശേഷം ഇതേപോലെ തന്നെ ആവശ്യമില്ലാത്ത കുറേ കംപ്ലൈൻറ്റ് ഈ ഒരു വീട്ടുകാർക്കെതിരെ കൊടുത്ത് ഇവരൊക്കെ ആകെ ബുദ്ധിമുട്ടിലാക്കി. ഇവർക്കിപ്പോൾ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി ഇറങ്ങി നടക്കാനേ നേരുള്ളൂ. സത്യത്തിൽ ഇവർ നിരപരാധികളാണ് എന്നുള്ളൊരു തരത്തിൽ ഈ നാട്ടുകാർ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് മനസ്സിലായി, അതായത് അവരെന്തായാലും ഈ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുള്ളത്. അങ്ങനെ പോലീസുകാർ ആ ഒരു സ്ത്രീയുടെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അവർ നോക്കുമ്പോൾ ഒരു നമ്പറിലോട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സ്ഥിരമായിട്ട് കോളുകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അത് ആരുടെ നമ്പറാണെന്ന് നോക്കിയപ്പോൾ ഇവരുടെ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്ന എസ് ഐ ഇല്ലേ അങ്കിത്, ആളുടെ പേഴ്സണൽ നമ്പറായിരുന്നു. ആളുടെ നമ്പറിലോട്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ആ നമ്പറിൽ നിന്നും ഇടയ്ക്ക് ഇങ്ങോട്ട് കോളുകൾ വരാറുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു എസ് ഐ ആയിരുന്നല്ലോ ഇവരുടെ കേസുകൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർ അത് വലിയ കാര്യമാക്കിയില്ല. ഒരു കേസിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ടായിരിക്കാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അവർ കരുതിയത്. പിന്നെ അവിടെയുള്ള CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പോലീസുകാർ പരിശോധിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് പരിശോധിച്ചപ്പോൾ അവർക്ക് ഒരു ബ്രേക്ക് ത്രൂ ലഭിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു മാരുതി സുസുക്കി കാറ് ആ ഒരു വില്ലേജിലോട്ട് ഏകദേശം ഒരു മണി കഴിഞ്ഞ് ഒരു 1:15 ടൈമിൽ പോകുന്നത് അവർ കാണുകയാണ്. അത് ഏകദേശം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കാറ് തിരിച്ചു പോകുന്നുണ്ട്. വില്ലേജിൽ നിന്ന് ആ കാർ ഇറങ്ങി നേരെ പെട്രോൾ പമ്പിലോട്ടാണ് പോയത്. അവിടെ നിന്ന് പെട്രോൾ അടിച്ചു കയറ്റി ആ ഒരു കാർ അവിടെ നിന്ന് പോവായിരുന്നു. അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തപ്പോൾ ദേവേന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് ആ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഈ ഒരു ദേവേന്ദ്രകുമാറിനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്.
നവംബർ 12-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു, എവിടേക്കും പോയിട്ടില്ല, പുറത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പോയിട്ടില്ല എന്നുള്ളത് ആൾ പറയാണ്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു വണ്ടി നിങ്ങളുടെ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു ദേവേന്ദ്രകുമാർ പറഞ്ഞു യെസ് ഇതെൻ്റെ വണ്ടി തന്നെയാണ്. അപ്പോൾ നവംബർ 12-ന് ഈ ഒരു വണ്ടി എവിടെയായിരുന്നു എന്നുള്ള കാര്യം ആളുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ആൾ ഒരു കാര്യം പറയുന്നത്. ഇവിടുത്തെ സ്റ്റേഷനിലത്തെ SI ആയിട്ടുള്ള അങ്കിത് എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ആൾക്കെന്തോ കല്യാണത്തിന് പോകാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി കൊടുത്തു. അപ്പോൾ ആൾ അന്നത്തെ ദിവസം അത് കൊണ്ടുപോയി പിറ്റേ ദിവസം എനിക്ക് കൊണ്ടു തന്നു. എനിക്ക് വേറൊന്നും അറിയില്ല എന്നുള്ളത് ആൾ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൾ ഡീറ്റെയിൽസ് വീണ്ടും എടുത്ത് നോക്കുകയാണ്. അപ്പോഴാണ് പോലീസിൻ്റെ കണ്ണിൽ അത് പെടുന്നത്. അതായത് സാധാരണ ഒരു കേസിൻ്റെ കാര്യം പറഞ്ഞ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 കോളും 3 കോളൊക്കെ ഉണ്ടാവും. അതും കുറച്ച് സമയമൊക്കെ ആയിരിക്കും സംസാരിക്കുക. എന്നാൽ ഇവർ തമ്മിലുള്ള കോളിൻ്റെ ഡ്യൂറേഷനും ഭയങ്കര കൂടുതലാണ്. അതേപോലെ തന്നെ ഒരുപാടധികം കോളുകളാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ടായത്. പിന്നെ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന നവംബർ 12-ാം തീയതി ഇവർ തമ്മിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എറൗണ്ട് ഒരു 10-ലേറെ കോളുകൾ ഇവർ വിളിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കൊല്ലപ്പെട്ട കിരണിൻ്റെ സഹോദരന്മാർ SI അങ്കിത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്കിത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തങ്ങളുടെ സഹോദരനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആൾ പറഞ്ഞതെന്നായിരുന്നു. ഇതൊക്കെ കൂടെ ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അങ്കിത്തിൻ്റെ മേൽ സംശയം തോന്നുകയാണ്. അങ്ങനെ ഇയാളെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആൾ മിസ്സിംഗ് ആയിരുന്നു. പിന്നെ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ വീട്ടിലും ക്വാർട്ടേഴ്സിൽ അതേപോലെ തന്നെ ഇയാൾ വരാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോലീസ് ടീം പോയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 1-2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതായത് 16-ാം തീയതി ഇയാൾ ക്വാർട്ടേഴ്സിലോട്ട് വരുന്നത്. ഉടനെ തന്നെ പോലീസുകാർ ഒരു ക്വാർട്ടേഴ്സ് വളയുകയും ഇയാളെ അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. എന്നിട്ട് ആളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഒരുപാടധികം കാര്യങ്ങൾ പോലീസിന് മനസ്സിലാകുന്നത്. ഈ ഒരു അങ്കിത് SI ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ഏകദേശം 2 വർഷമേ ആകുന്നുള്ളൂ. 2023 ടൈമിലൊക്കെയാണ് ഇയാൾ SI ആയിട്ട് ജോയിൻ ചെയ്തത്. അതിനുശേഷമാണ് ഇയാൾ ഈ ഒരു സ്ത്രീയുടെ കിരണിൻ്റെ കേസ് എടുത്ത് കഴിഞ്ഞിട്ട് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഡവറി കേസും ആ ഒരു കേസുകൾ ഈ കേസ് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ തമ്മിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ഇയാൾ ഒരു ഇൻട്രസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു കേസും കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതുകൂടെ ആയപ്പോൾ കിരൺ ആളുടെ അടുത്തൊരു ഇൻട്രസ്റ്റ് വരികയാണ്. അങ്ങനെ ഇയാളെ സ്ഥിരമായിട്ട് വിളിക്കാൻ തുടങ്ങി. ആദ്യം കേസിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടായിരുന്നു വിളിക്കുന്നുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു കോളുകളുടെ നീളം കൂടി തുടങ്ങുകയാണ്. ആ ഒരു ജസ്റ്റ് ഒരു പോലീസ് ഓഫീസർ അതേപോലെ തന്നെ ഒരാൾ എന്നുള്ളൊരു ബന്ധത്തിൽ നിന്ന് മാറിയിട്ട് ഇവർക്കിടയിൽ ഒരു സുഹൃത്ത് ബന്ധം ആദ്യം തന്നെ ഉണ്ടാവുകയാണ്. എന്നാൽ അതിനുശേഷം ആ ഒരു സൗഹൃദം മാറിയിട്ട് ഇവർക്കിടയിൽ ഒരു പ്രണയം ഉടലെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. അതിനുശേഷം ഇവരിടക്കിടക്ക് പുറത്തു പോകുന്നതും കറങ്ങുന്നതും അതേപോലുള്ള കാര്യങ്ങളൊക്കെ പതിവായിരുന്നു. എന്നാൽ ഈ ഒരു കിരണിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു അങ്കിത്ത് പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഡ്യൂട്ടി ഉള്ള സമയങ്ങളിൽ വിളിക്കല്ലേ എന്നുള്ളത്. എന്നാൽ ഇത് കേൾക്കാനായിട്ട് കിരൺ തയ്യാറായിരുന്നില്ല. അവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു അങ്കിത്തിനാകെപ്പാടെ പ്രാന്തായിട്ട് ഇവരുടെ കോളും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് വരെ ഇയാളുടെ കോൾ ഇങ്ങനെ ഫോൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ ചീത്തയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആൾ എന്താ പറയുക നമ്പറും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നും യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. വേറെ നമ്പറൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരുടെ നമ്പറിൽ നിന്ന് മാറി ഇയാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതായത് ഫോൺ വിളിച്ച് ടോർച്ചർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. അതേപോലെ തന്നെ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് സ്ഥിരമായിട്ട് ഈ ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു. അങ്കിത്തിനും ഈ ഒരു സ്ത്രീയെ ഇഷ്ടമായിരുന്നു, കല്യാണം കഴിക്കാമെന്നുള്ള കാര്യമൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നു. എന്നാലും ആൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ നടക്കല്ലേ, ആ കേസൊക്കെ കഴിയട്ടെ, ഒന്ന് സമാധാനപ്പെടും, നമ്മൾ രണ്ടുപേരും ഒന്നുകൂടെ മനസ്സിലൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കല്യാണം കഴിക്കാമെന്നുള്ളതായിരുന്നു ആള് പറഞ്ഞത്. എന്നാൽ അതിനാ ഒരു സ്ത്രീ തയ്യാറായിരുന്നില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിളിച്ച് ടോർച്ചർ ചെയ്യാന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു സ്ഥിരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആകെപ്പാടെ പ്രാന്ത് പിടിച്ച് സഹി കിട്ടി നിൽക്കുന്ന ആ ഒരു സമയത്താണ് നവംബർ 12-ന് അവരുടെ അച്ഛന് വയ്യാതാകുന്നതും അതേപോലെ തന്നെ 2 സഹോദരന്മാർ ആളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നതും. പിറ്റേ ദിവസം ഇവർക്ക് കോടതിയിലും മറ്റൊക്കെ പോകാനുള്ളത് കാരണം ഇവർ ആ സമയത്ത് പോയില്ല. അന്നത്തെ ദിവസം ഇവർ വീട്ടിൽ ഒറ്റക്കായിരുന്നല്ലോ. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നേരെ അങ്കിത്തിനെ വിളിക്കുകയാണ്. നമുക്കൊരു ലോങ് ഡ്രൈവ് പോകാമെന്നുള്ളൊരു കാര്യം ആളുടെ അടുത്ത് പറയാണ്. ആളാണെന്നുണ്ടെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്തു. അതിനുശേഷമാണ് തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ട് കാർ എടുക്കുന്നത്. ഒരു കല്യാണത്തിന് പോകാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആളുടെ അടുത്ത് നിന്ന് കാറ് വാങ്ങി അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ് പോവുമായിരുന്നു. എന്നാൽ ആ ഡ്രൈവിൻ്റെ ഇടയിലും 1-2 പറഞ്ഞ് ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. ഈ ഒരു കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാവുകയാണ്, ഫോൺ എടുക്കാത്തതിൻ്റെ കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാവുകയാണ്. വീണ്ടും ഈ പ്രശ്നങ്ങൾ മുഴുവനായപ്പോൾ ഇയാൾക്ക് ആകെപ്പാടെ വീണ്ടും പ്രാന്തായി. ആ ഒരു സമയത്ത് ഇവർ ആ ഒരു വില്ലേജിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾ വണ്ടി നിർത്തിയിട്ട് ഞാൻ ഒന്ന് മൂത്ര വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി
ആളിങ്ങനെ യൂറിനൊക്കെ പാസ് ചെയ്തു. അപ്പോൾ ഈ ഒരു സ്ത്രീയും പുറത്തോട്ട് ഇറങ്ങിയിട്ട് എന്താ പറയുക, മുഖം കഴുകുക, അതേപോലെ തന്നെ അവിടെ നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇയാളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഉള്ളിലൊരു ലിവർ ഉണ്ടായിരുന്നു, അപ്പോൾ ഇരുമ്പിൻ്റെ വലിയൊരു ലിവർ. അപ്പോൾ ആ ഒരു ലിവർ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ തന്നെ ഈ ഒരു സ്ത്രീയുടെ തലക്കൊരു അടിയടിക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും 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 ഈ ഒരു സ്ത്രീയുടെ തലയിലും ദേഹത്തും അവിടെ ഇവിടെ എല്ലായിടത്തും ഇയാൾ ആ ഒരു ലിവർ വെച്ച് അടിച്ച് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ അതിനുശേഷം ഈ ഒരു ബോഡി അവിടെ തന്നെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ആളുടെ പ്ലാൻ. ആളവിടെ നിന്ന് ആ ഒരു ബോഡി വലിച്ചയച്ചു കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് ഒരു 20 മീറ്റർ മാറിയിട്ടുള്ള ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടിടായിരുന്നു. പിന്നെ തെളിവുകളും കാര്യങ്ങളൊന്നും ഇവിടെ ഇടരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ബിലോങ്ങിങ്സ് എല്ലാം തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയായിരുന്നു. ഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം ആൾ അവിടെ നിന്ന് എടുത്തു. അതിനുശേഷം അതെല്ലാം കൂടെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇവർ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് കഴിഞ്ഞിട്ട് ഇവരുടെ മുഖം ചതക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആരാണെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടായിരുന്നു ആൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇതൊക്കെ കഴിഞ്ഞു. എന്തൊക്കെയാണെങ്കിലും പോലീസ് തൻ്റെ പിന്നാലെ വരും എന്നുള്ളൊരു കാര്യം ഇയാൾക്ക് അറിയായിരുന്നു. അങ്ങനെയാണ് ആളവിടെ നിന്ന് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിച്ച് മുങ്ങിയത്. എന്നാലും ആളുടെ കുറേ സാധനങ്ങൾ ക്വാർട്ടേഴ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ 16-ാം തീയതി ആൾ ക്വാർട്ടേഴ്സിലോട്ട് എത്തുന്നതും കറക്റ്റ് ആ ഒരു ടൈമിൽ പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് SI ആയിരുന്ന ആളിപ്പോൾ ജയിലിലുമാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.